ഹലോ നമസ്കാരം. ഒരു വ്യക്തി അയാളുടെ സ്വകാര്യമായ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുകയും എന്നാൽ ആ പരാതിയിന്മേൽ പോലീസ് എഫ്ഐആർ ഇടാൻ വിസമ്മതിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിക്രമങ്ങൾ എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും വ്യക്തികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 173 സബ് ക്ലോസ് 1 പ്രകാരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുമ്പോൾ ആ പരാതിന്മേൽ പോലീസ് എഫ്ഐആർ ഇടാൻ വിസമ്മതിക്കുകയാണെന്ന് കരുതുക. ശേഷം ആ പരാതിയുമായി പോയ വ്യക്തിക്ക് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 173 സബ് ക്ലോസ് 4 പ്രകാരം കൺസേൺഡ് ജില്ലാ പോലീസ് മേധാവിക്ക് സൂപ്രണ്ട് ഓഫ് പോലീസിന് പരാതി നൽകാവുന്നതാണ്. എന്നാൽ സൂപ്രണ്ട് ഓഫ് പോലീസും ഈ വിഷയത്തിൽ എഫ്ഐആർ ഇടാൻ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ തന്നെ സെക്ഷൻ 210 പ്രകാരം കൺസേൺഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ നൽകുന്ന സ്വകാര്യ അന്യായം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 223 പ്രകാരം മജിസ്ട്രേറ്റ് പരാതി കംപ്ലൈന്റ് പരിശോധിക്കുകയും പ്രതിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. ശേഷം സെക്ഷൻ 225 ഓഫ് BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം ഇതിന്മേൽ ഒരു അന്വേഷണം നടത്തുവാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ 173 സബ് ക്ലോസ് 1 പരാതി നൽകാം, 173 സബ് ക്ലോസ് 4 SP പരാതി നൽകാം, 210 പ്രകാരം കൺസേൺഡ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരാതി നൽകാവുന്നതാണ്. 223 പ്രകാരം പരാതി പരിശോധിക്കുകയും പ്രതിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. 225 പ്രകാരം ഇതിന്മേൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനും മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. കൊഗ്നൈസൻസ് ഓഫൻസുകൾക്കാണ് സാധാരണ ഇത്തരം നടപടിക്രമങ്ങൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഫോർ മോർ അപ്ഡേറ്റ് സ്റ്റേ ട്യൂൺ ലോ ടുഡേ.